നിരവധി സിനിമകളാണ് മലയാളത്തിൽ റിലീസിന് കാത്തുനിൽക്കുന്നത്. 3 3D സിനിമകൾ ഉൾപ്പെടെയുണ്ട് അവയിൽ. അക്കൂട്ടത്തിൽ ഏറെ ശ്രദ്ധ നേടിയ സിനിമകൾ ഒന്നാണ് ബറോസ്. മോഹൻലാലിന്റെ സംവിധാനത്തിലെത്തുന്ന ആദ്യ ചിത്രം എന്ന പ്രത്യേകതയും ബറോസിനുണ്ട്. അതുകൊണ്ട് തന്നെ ഹൈപ്പും ഏറെയാണ്. ഓണം റിലീസാണ് ബറോസ് തിയേറ്ററുകളിൽ എത്തുന്നത്. ബറോസ് റിലീസ് ചെയ്യാൻ ഇനി ഏകദേശം കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ബാക്കി. പ്രിയ നടന്റെ സിനിമ കാണാൻ കാത്തിരിക്കുന്നവർ ഇക്കാര്യം സൂചിപ്പിച്ച് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകളും പങ്കിടുന്നുണ്ട്. സെപ്റ്റംബർ 12-നാണ് ബറോസ് തിയേറ്ററുകളിൽ എത്തുക. വർഷങ്ങളായുള്ള അഭിനയ ജീവിതത്തിൽ നിന്നും ഉൾക്കൊണ്ടുള്ള പാഠങ്ങളെല്ലാം ഉപയോഗിച്ചാണ് മോഹൻലാൽ തന്റെ ആദ്യ സംവിധാനം ആരംഭിച്ച് പുറത്തിറക്കാൻ ഒരുങ്ങുന്നത്. മുണ്ടുമുറുക്കിയും മീശ പിരിച്ചും മാസ് ഡയലോഗുകളും കാഴ്ചവെച്ച് സ്ക്രീനിൽ തിളങ്ങുന്ന മോഹൻലാൽ സംവിധായകന്റെ മേലാങ്കി അണിയുമ്പോൾ എങ്ങനെയുണ്ടാകുമെന്നറിയാനുള്ള ആകാംക്ഷ ആരാധകരിൽ ഏറെയാണ്. അതേസമയം ബറോസിനൊപ്പം മറ്റൊരു സിനിമ കൂടി റിലീസിന് ഒരുങ്ങുന്നുവെന്നാണ് വിവരം. ടൊവിനോ തോമസിന്റെ ബിഗ് ബജറ്റ് 3D ചിത്രം അജയന്റെ രണ്ടാം മോഷണമാണ് ആ ചിത്രം. സെപ്റ്റംബർ 12-ന് സിനിമ റിലീസ് ചെയ്യുമെന്നാണ് ട്വിറ്ററിലെ പ്രചാരണം. എന്നാൽ ഈ കാര്യത്തിൽ ഔദ്യോഗിക വിശദീകരണം ഒന്നും തന്നെ വന്നിട്ടുമില്ല. ഈ റിപ്പോർട്ടുകൾ പ്രകാരം ബറോസും അജയന്റെ രണ്ടാം മോഷണവും ഒരുമിച്ച് റിലീസ് ചെയ്യുകയാണെങ്കിൽ ഗംഭീര ക്ലാഷ് ആകും അന്നേ ദിവസം തിയേറ്ററുകളിൽ നടക്കുക എന്നത് ട്രെഡ് അനലിസ്റ്റുകൾ വിലയിരുത്തുന്നുണ്ട്. അജയന്റെ രണ്ടാം മോഷണവും 3D ചിത്രമാണ്. കത്തനാറാണ് റിലീസിനൊരുങ്ങുന്ന മറ്റൊരു 3D ചിത്രം. എന്നാൽ ഇതിന്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നതിനാൽ റിലീസ് വിവരങ്ങൾ ഒന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ബ്രഹ്മാണ്ഡ ചിത്രം ബറോസ് ഓണത്തിന് പ്രേക്ഷകർക്ക് മുന്നിലെത്തും. ചിത്രം സെപ്റ്റംബർ 12-ന് റിലീസ് ചെയ്യുമെന്നാണ് അണിയറ പ്രവർത്തകർ വ്യക്തമാക്കിയിരിക്കുന്നത്. ചിത്രത്തിന്റെ മേക്കിംഗ് വീഡിയോ കഴിഞ്ഞ ദിവസം പുറത്തുവിടുകയുണ്ടായിരുന്നു. ബറോസ് അതിഗംഭീര കാഴ്ചാനുഭവമാകുമെന്നാണ് പ്രേക്ഷകരുടെ പ്രതീക്ഷ. ഹോളിവുഡിലെ സോണി സ്റ്റുഡിയോയിലാണ് ബറോസിന്റെ അവസാനഘട്ട മിനുക്കുപണികൾ നടക്കുന്നത്. ബറോസിന്റെ ഓരോ വാർത്തകളും ചിത്രത്തിന്റെ ആവേശ കൊടുമുടിയിൽ എത്തിക്കുന്നുവെന്നാണ് പ്രേക്ഷകർ കമന്റ് ചെയ്യുന്നത്. സൂപ്പർ താരത്തിന്റെ ആദ്യ സംവിധാന സംരംഭം എന്ന നിലയിൽ വൻ പ്രതീക്ഷയാണ് സിനിമാ ലോകത്തിനുള്ളത്. സിനിമയുടെ റീ റെക്കോർഡിന്റെ പ്രധാന ഭാഗം അമേരിക്കയിലെ ലോസ് ആഞ്ചലസിൽ പൂർത്തിയായിരുന്നു. ബറോസിന്റെ സ്പെഷ്യൽ ഫാക്ട്സ് ഇന്ത്യയിൽ തായ്ലൻഡിലുമാണ് ചെയ്തിരുന്നത്. മറ്റു ജോലികൾ മിക്കതും പൂർത്തിയായി. 2019 ഏപ്രിലിൽ പ്രഖ്യാപിക്കപ്പെട്ട ബറോസിന്റെ ഔദ്യോഗിക ലോഞ്ച് കഴിഞ്ഞ വർഷം മാർച്ച് 24-നായിരുന്നു. 3D സാങ്കേതികവിദ്യയിൽ അതിനൂതനമായ ടെക്നോളജികൾ ഉപയോഗിച്ചാണ് മോഹൻലാൽ ചിത്രം ഒരുങ്ങുന്നത്. മൈഡിയർ കുട്ടിച്ചാത്തനും മറ്റും പരീക്ഷിച്ച ഗ്രാവിറ്റി ഇല്യൂഷൻ എന്ന ടെക്നിക് ഈ ചിത്രത്തിലും ഉപയോഗിക്കുന്നുണ്ട്. കുട്ടിച്ചാത്തനിലെ ആലിപ്പഴം പെറുക്കാം എന്ന ഗാനത്തിലാണ് ഈ വിദ്യ മലയാളത്തിൽ ആദ്യം പരീക്ഷിച്ചത്. ജിയോ പൊന്നോസിന്റെ ബറോസ് ഗാർഡിയൻ ഓഫ് ദി ഗ്രാമാസ് ട്രഷർ എന്ന കഥയെ ആധാരമാക്കി മോഹൻലാൽ അണിയിച്ചൊരുക്കുന്ന സിനിമയാണ് ബറോസ്. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ നിർമ്മിക്കുന്ന സിനിമയുടെ തിരക്കഥയും ജിയോ പൊന്നൂസ് തന്നെയാണ്. കേന്ദ്ര കഥാപാത്രമാകുന്നത് മോഹൻലാൽ തന്നെയാണെങ്കിലും 45 വർഷത്തെ സിനിമാ ജീവിതത്തിലെ ആദ്യമായി ലാൽ സംവിധാനത്തിന്റെ കുപ്പായമണിയുന്നു എന്നതും സിനിമയുടെ വലിയ ഒരു സവിശേഷതയാണ്. സന്തോഷ് ശിവനാണ് ഛായാഗ്രഹണം. എഡിറ്റിംഗ് ശ്രീകുമാർ പ്രസാദ്. പ്രമുഖ കലാസംവിധായകൻ സന്തോഷ് രാമനാണ് സിനിമയിലെ മറ്റൊരു നിർണായക ഘടകം. സംഗീതം നിർവഹിക്കുന്നത് ലിഡിയൻ നാദസ്വരം.